അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഹത്തായ ആയത്തിനാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഉയർച്ച നൽകുന്ന മഹത്തായ ഒരു ആയത്താണ്. നമുക്ക് നോക്കാം ഇത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ. ധാരാളം പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലങ്ങൾ നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു വിഷമമോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു നൽകുന്നതാണ്. കാരണം നമ്മൾ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അല്ലാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അതിനെ എങ്ങനെ സമീപിക്കും? കാരണം ജന്മം നൽകിയവൻ അല്ലാഹുവാണ്. നമ്മുടെ മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. അപ്പൊ ഇത് രണ്ടിനെയും അല്ലാഹു സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വാസമുള്ള ഒരാൾക്ക് ഒന്നും ഒരു വിഷമമായി തോന്നുകയില്ല. എന്ത് സംഭവിച്ചാലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ചിലർക്ക് വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അവർ ചിന്തിക്കും, എന്റെ റബ്ബ് എന്തിനെനിക്ക് ഇത് നൽകി? എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടാണോ എന്റെ അള്ളാഹു എനിക്ക് ഇത് നൽകിയതെന്ന് ചിലരിങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ. എന്നെ മാത്രം തെരഞ്ഞു പിടിച്ച അള്ളാഹു തആല ഈ പരീക്ഷണം നൽകിയത് എന്നോട് റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടാണോ എന്ന് ചിലർ ചിന്തിക്കും. സത്യത്തിൽ അങ്ങനെയല്ല. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവരെ പരീക്ഷിക്കുന്നതാണ്. പടച്ചവനെ, നീ വലിയ വലിയ പരീക്ഷണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, ഒരാൾക്കൊരു മുസീബത്ത് ഇറങ്ങി എന്നിട്ട് അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അയാൾ ക്ഷമിച്ചാൽ അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും എനിക്ക് നൽകാൻ കഴിയില്ലെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അതിമഹത്തായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞത് ക്ഷമയോടുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് അല്ലാഹുവേ, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കാനുള്ള രണ്ട് ആയത്തുകളാണ്. അതിന്റെ മഹത്വങ്ങൾ നമുക്ക് നോക്കാം. ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് ഈ ആയത്തിൽ കൂടി പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ മഹത്വം ഈ ആയത്തിനുണ്ട്. തങ്ങളുടെ മേൽ ആരെങ്കിലും സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങളെപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്യുന്നത് അറിയാമോ മുഅ്മിനീങ്ങളെ? അതാണ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോഴും റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ആയത്തിന്റെ മഹത്വങ്ങൾ നമുക്ക് നോക്കാം. ആരെങ്കിലും വീട്ടിൽ നിന്ന് യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ വലത് കൈ തലയിൽ വെച്ച് ഒരു പ്രാവശ്യം ഓതിയാൽ ആ യാത്രയെ അയാൾ മരണപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്, അത്ര നല്ല മഹത്തായ ആയത്ത്. അപ്പോൾ ഒരു യാത്ര പോകുന്ന നേരത്ത് ഈ പറയുന്ന ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും ഹൈറായ കാര്യങ്ങൾ, രണ്ടാമത്തെ എന്തെങ്കിലും ഹൈറായ കാര്യങ്ങൾ യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ 50 തവണയെങ്കിലും ഈ ആയത്ത് ഓതിയാൽ അയാൾ ഹൈറ് കൊണ്ടല്ലാതെ മടങ്ങുകയില്ല. അതായത് നാം എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ പുറപ്പെടുന്നത് ആ കാര്യം നടക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഹൈറായ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു 50 പ്രാവശ്യം ഈ ചെറിയ ആയത്ത് ഓതിക്കൊണ്ടിറങ്ങുക, നിങ്ങൾ ആ കാര്യം സാധിച്ചിട്ടല്ലാതെ നിങ്ങൾ തിരിച്ചു വരത്തില്ല. ഓരോരോ ആൾക്കാർക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളാണല്ലോ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്ത് നോക്കുക, വലിയ വലിയ വിജയം കിട്ടുന്നതാണ്. എല്ലാ നമസ്കാര ശേഷം 7 തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം ഗുണങ്ങൾ അവന് ലഭിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് തടവിൽപ്പെട്ട ആളാണെങ്കിൽ മോചിതനാകും. എല്ലാ അടഞ്ഞ വഴികളും തുറക്കപ്പെടുന്നതാണ്. റിസ്ക് വിശാലമാകുന്നതാണ്. ദാരിദ്ര്യം ഇല്ലാതെയാകും. ദുഃഖങ്ങൾ മാഞ്ഞുപോകും. കടങ്ങൾ വീടും. തോറ്റവർ വിജയിക്കും. ഈ ആയത്ത് ചെല്ലുന്നവൻ കരുത്തനായി മാറുന്നതാണ്. അത്ര മഹത്തായ ഒരു ആയത്താണ്. ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അതിൽ ചിലത് പറയാം. വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും 3 തവണ ഈ ആയത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സിഹർ, കണ്ണീർ പോലുള്ള ബുദ്ധിമുട്ടുകൾ അവന് ഏൽക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, സിഹറിലും അതുപോലെ തന്നെ കണ്ണീറിലും മരണത്തിലും കൂടുതലൊക്കെ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാഹുവേ, അവരെയൊക്കെ രക്ഷപ്പെടുത്തണേ. പലരും നമ്മളുമായി
ചികിത്സകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിനൊക്കെ വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണയല്ല. അപ്പൊ പൈശാചികമായ ഉപദ്രവങ്ങൾ നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ അതിനുള്ള ഖുർആനിക ചികിത്സ, അതിനുള്ള വഴികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ആയത്ത് വലിയ മഹത്വമുള്ളതാണ്. ആരെങ്കിലും വെള്ളിയാഴ്ച 3 തവണ ഈ ആയത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സിഹ്ർ, കണ്ണീർ പോലുള്ള ബുദ്ധിമുട്ടുകൾ അവൻ കേൾക്കുകയില്ല. ഇനി അഞ്ചാമത്തെ ആരെങ്കിലും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഒറ്റ ഇരിപ്പിൽ നിന്ന് 99 തവണ ഈ 2 ചെറിയ ആയത്തുകൾ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു അവനക്ക് സംരക്ഷണം നൽകുന്നതാണ്. അവന്റെ കച്ചവടം തകരില്ല, ഭക്ഷണം മുടങ്ങുകയില്ല, അവന്റെ ഒരു കാര്യവും പരാജയപ്പെടില്ല. ഇനി ആറാമത്തെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ആയത്തുകൾ 11 തവണ ഓതിയാൽ സുബഹി വരെ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. യാതൊരു ബുദ്ധിമുട്ടും അവൻ കേൾക്കുകയില്ല. ഏഴാമത്തെ ആരെങ്കിലും ഭക്ഷണം കാണുമ്പോഴൊക്കെ ഈ ആയത്ത് ഓതിയാൽ, ഉദാഹരണത്തിന് ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണം കണ്ടാൽ ഈ ആയത്ത് ഒരു തവണ ഓതിയാൽ അവന് ഒരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എട്ടാമത്തത്, ഒരാൾ എന്തെങ്കിലും വില കൂടിയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ, ഉദാഹരണത്തിന് സ്വർണം പോലുള്ള വല്ല വസ്തുക്കളും സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ആയത്ത് ഒരു തവണ ഓതിയാൽ അതിന് യാതൊന്നും സംഭവിക്കുകയില്ല, അതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടുന്നതാണ്. ഇനി 9ാമത്തത്, ആരെങ്കിലും ഈ ആയത്ത് ദിവസവും ഓതിയാൽ, അതായത് ഒഴിവ് സമയങ്ങളെല്ലാം ഈ ആയത്ത് ഓതിക്കൊണ്ടിരുന്നാൽ അവനും അല്ലാഹുവുമായിട്ടുള്ള മറ നീങ്ങുന്നതാണ്. അവനിക്കും അല്ലാഹുവിനും ഇടയിൽ മറയിടാൻ പിശാചിന് ഒരിക്കലും സാധിക്കുകയില്ല. അത്രയ്ക്കും ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണിത്. 10ാമത്തെ ആരെങ്കിലും 41 തവണ മുടങ്ങാതെ ഈ ആയത്ത് ഓതിയാൽ വിവിധ അത്ഭുതങ്ങളും അവന് കാണാൻ സാധിക്കും. അത്ഭുതങ്ങളുടെ കലവറ തന്നെ അവന് മുന്നിൽ തുറക്കപ്പെടും. ഈ ആയത്തുകൾക്ക് പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളുണ്ടായതിനാൽ ദിവസവും ഒരു തവണയെങ്കിലും ഈ ആയത്ത് ഓതുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയ മഹത്വമുള്ള ആയത്താണ് മുഅ്മിനീങ്ങളെ. അപ്പൊ ഈ ആയത്ത് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക. ഈ ആയത്ത് ഓതിയപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ ഫലം കിട്ടിയിട്ട്, അപ്പൊ അത്ര മഹത്വമുള്ള ആയത്താണ് മുഅ്മിനീങ്ങളെ. ഇത് ഓതിയപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ പറാതുകൾ ഹാസലായിട്ടുണ്ട്. അപ്പൊ മേൽ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും ഈ ആയത്ത് ഓതി നോക്ക്. അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ ഈ ആയത്തിന്റെ മഹത്വം വലിയ മഹത്വമുള്ള ആയത്താണ്. പടച്ചവനെ റബ്ബേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അപ്പൊ ആയത്ത് നമുക്ക് പരിചയപ്പെടാമല്ലോ. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തുകളാണ്. ഞാൻ നോയിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സുബ്ഹാനല്ലാഹ്. ഈ മഹത്തായ ആയത്ത് സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്. ഈ ആയത്തിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്ര മഹത്തായ ആയത്താണ്. അപ്പൊ ഇതിന്റെ മോൾ പറയപ്പെട്ട ഇതിന്റെ ശ്രേഷ്ഠതകളും ഫضലുകളും മനസ്സിലാക്കി നിങ്ങൾ ഓതിയാൽ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത ഞങ്ങൾ പലർക്കും മക്കളില്ലാത്തവരാണ്. നീ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. വിദേശ രാജ്യത്ത് നിൽക്കുന്നവർക്ക് സകല ഖൈറുകളും നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ കരങ്ങൾ ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിന്റെ അടുക്കലേക്ക് ഉയർത്തിയത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.